തിരുവനന്തപുരം നഗരഹൃദയത്തിൽ വർണ്ണപുഷ്പങ്ങളുടെയും എണ്ണച്ചായ ചിത്രങ്ങളുടെയും കാണാ കാഴ്ചകളൊരുക്കി വിസ്മയം തീർക്കുന്ന ഒരു ആർട്ട് ഗാലറി ഫ്ലോറ. ഇവിടെ പിറവിയെടുക്കുന്ന ചിത്രശില്പങ്ങൾക്ക് പിന്നിൽ പ്രകൃതിയെ തൊട്ടു തലോടുന്ന ഒരു കലാകാരന്റെ കയ്യൊപ്പുണ്ട്. ശ്രീ ജോർജ് ഫെർണാണ്ടസ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, അവയെ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ തൻ്റേതായ ഭാവനയിൽ പുനഃസൃഷ്ടിച്ചെടുക്കുന്ന കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ രൂപം കൊള്ളുന്നവയിലധികവും വർണ്ണപുഷ്പങ്ങൾ. ചിത്രങ്ങൾ വരയ്ക്കുവാൻ കളർ പെൻസിലുകൾ, അക്രിലിക്, എണ്ണച്ചായങ്ങൾ എന്നിവ കൂടാതെ പലപ്പോഴും ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തവും സ്വയം നിർമ്മിക്കപ്പെടുന്നവയുമായ ചായക്കൂട്ടുകൾ. തനിക്ക് ചുറ്റും കാണുന്ന ഏതു പാഴ്വസ്തുവും ആ കരസ്പർശത്തിലൂടെ ആകർഷകമായ കലാസൃഷ്ടിയായി മാറുന്നു. പരിസ്ഥിതി സംരക്ഷണം എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്നത് തൻ്റേതായ മാധ്യമത്തിലൂടെ കാട്ടിത്തരുകയാണ് ഈ കലാകാരൻ. ഇത് ശരിക്കും എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തുടങ്ങിയിട്ട് 35 വർഷമായി. ഞാനിവിടെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർക്കുകളിൽ നിന്ന് കൂടുതലും ക്രിയേറ്റീവായിട്ട്, മിക്കതിനും പേരൊന്നുമില്ല. എനിക്ക് അപ്പോഴേ തോന്നുന്ന മെറ്റീരിയലിട്ട് അപ്പോഴേ മനസ്സിൽ വരുന്ന ഒരു ഡിസൈനിട്ട് ചെയ്യുന്ന വർക്കുകളാണ് കൂടുതലും. ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളാണ്. ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. അക്രിലിക് പെയിൻറ്റിംഗ് ഉണ്ട്, മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്, പിന്നെ ഓയിൽ പെയിൻറ്റിംഗ് ഉണ്ട്, പിന്നെ ക്രാഫ്റ്റ്. എനിക്ക് പെയിൻറ്റിങ്സിനേക്കാൾ കൂടുതൽ ക്രാഫ്റ്റാണ്. ക്രാഫ്റ്റ് ഒരുപാട് മെറ്റീരിയലിട്ട്, വേസ്റ്റ് മെറ്റീരിയലിട്ട് ചെയ്യുന്നുണ്ട്. സോപ്പ്, ടോയ്ലറ്റ് സോപ്പ് ഇട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട്. പിന്നെ ബ്രെഡ് ഇട്ട് ചെയ്യുന്ന, പഴയ ബ്രെഡ് മിക്സ് ചെയ്ത് ചെയ്യുന്ന വർക്കുകളുണ്ട്. ചോറ് വേസ്റ്റ് ആവുന്നതിന് അത് വെച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറേ ക്ലേയും അതുമൊക്കെ തായ്ലൻഡിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ വരുത്തിച്ച് അത് വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട്. പിന്നെ മുട്ടത്തോട്, അതിൽ പെയിൻറ്റിംഗ് ഉണ്ട്. സ്റ്റോൺ പെയിൻറ്റിങ്, അതിൽ സ്റ്റോൺ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 200-ൽ പരം ക്രിയേറ്റീവ് വർക്കുകൾ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. കലയോടുള്ള അദമ്യമായ മോഹം കൊണ്ട് 40 വർഷം മുൻപ് ബാംഗ്ലൂരിലെ തൻ്റെ അധ്യാപക ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ പ്രകൃതിയുടെ ഉപാസകൻ. പെയിൻറ്റിങ്സിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് കോഫി പെയിൻറ്റിംഗ് ഉണ്ട്. കാപ്പിപ്പൊടി ഇട്ട് ചെയ്യുന്ന ഒരു വർക്കുണ്ട്. പിന്നെ നമ്മുടെ തേയില ചായ ഇട്ടിട്ട്, കട്ടൻ ചായ ഇട്ടിട്ട് അതിൽ വെച്ച് ചെയ്യുന്ന വർക്കുകളുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച നാച്ചുറൽ കളേഴ്സ് വെച്ചിട്ടുള്ള കുറേ വർക്കുകളുണ്ട്. അതെല്ലാം എക്കോ ഫ്രണ്ട്ലി പെയിൻറ്റിങ്സ് എന്ന് പറയും. എക്കോ ഫ്രണ്ട്ലി പെയിൻറ്റിങ്സ് ശരിക്കും ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പേപ്പർ ഉണ്ടാക്കാറുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ പൾപ്പ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഓറഞ്ചിൻ്റെ പൾപ്പ് വെച്ചിട്ട് ഞാൻ പഴത്തിൻ്റെ പൾപ്പ്, അങ്ങനെ കുറേ മാങ്ങയുടെ പൾപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ഉണ്ടാക്കാറുണ്ട്. കുറച്ച് ടീഡിയസ് വർക്കാണ്, പക്ഷേ നല്ല എഫക്റ്റീവായിട്ട് ആ പേപ്പറിൽ ഞാൻ നാച്ചുറൽ കളേഴ്സ്, ആ കളേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ലീവ്സിൽ നിന്നുമാണ്. അതിൽ പശ ചേർക്കും. പശ എന്ന് പറഞ്ഞാൽ വജ്രപ്പശ ചേർക്കാറുണ്ട്, പിന്നെ വേപ്പിൻ്റെ പശ ചേർക്കാറുണ്ട്, പിന്നെ ഈ വാഴയിൽ നിന്ന് വരുന്ന കറയുണ്ട്, ആ കറയും ചിലതിൽ ചേർക്കാറുണ്ട്. എന്നാലേ അത് ഡ്യൂറബിലിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഡള്ളായി പോകും. അത് വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകൾ ധാരാളമുണ്ട്. ഏത് കലാകാരനും പ്രകൃതിയുടെ ഉപാസകനാണ്. പ്രകൃതിയിലെ വർണ്ണഭംഗിയുള്ള രംഗങ്ങൾ ഉൾക്കാഴ്ചയോടുകൂടി ഗ്രഹിച്ച് പുനരാവിഷ്കരിക്കുകയാണ് കലാകാരൻ ചെയ്യുന്നത്. ഇതൊരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നുന്നു. കല പ്രകൃതിയുടെ അനുകരണമാണ് എന്നൊക്കെ നമ്മൾ വിശാലമായി പറയുമ്പോഴും അത് എങ്ങനെ കൂടുതൽ അർത്ഥവത്താക്കാൻ, അന്വർത്ഥമാക്കാൻ കഴിയുന്നു എന്ന്
ഓരോ കലാകാരനും പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഏറെ പരിചയമുള്ള ബഹുമാനമുള്ള ചിത്രകാരനാണ് ആർട്ടിസ്റ്റ് ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹത്തിൻ്റെ ചിത്രശാല സന്ദർശിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വരച്ച ഏതാനും ചിത്രങ്ങൾ എനിക്ക് നൽകിയത് എൻ്റെ ആർട്ട് ഗാലറി എന്നൊന്നും പറയാൻ എനിക്ക് അർഹതയില്ല, എങ്കിലും എൻ്റെ ഗൃഹാന്തരീക്ഷത്തെ കൂടുതൽ സൗന്ദര്യമയം ആക്കിയിട്ടുണ്ട് എന്ന് വളരെ വിനയത്തോടു കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഴ, എനിക്ക് മഴ വളരെ പ്രിയപ്പെട്ട പ്രകൃതിയുടെ ഒരു മാറ്റം ആണ്. വേനലിൻ്റെ ചൂടിൽ ഒന്നും എഴുതാൻ എനിക്ക് സാധിക്കില്ല. മഴ പെയ്യുമ്പോൾ അത് മനസ്സിൽ അതിൻ്റെ കുളിർമ അനുഭവപ്പെടുന്നു എന്നുള്ളത് സൗഭാഗ്യകരമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ആർട്ടിസ്റ്റ് ജോർജ് ഫെർണാണ്ടസിൻ്റെ മഴ എന്ന അതിമനോഹരമായ ഒരു ചിത്രം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. അതുപോലെ ദാഹജലത്തിന് വേണ്ടിയുള്ള നമ്മുടെ കർഷക ജനതയുടെ, ഗ്രാമീണ ജനതയുടെ നെട്ടോട്ടം, പ്രത്യേകിച്ചും 2-3 രാജസ്ഥാനി സ്ത്രീകൾ തലയിൽ കുടവും ചുമന്നുകൊണ്ട് പോകുന്ന മറ്റൊരു ചിത്രം, അത് മഴയെ സ്നേഹിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആ ഒരു നെട്ടോട്ടം, പ്രത്യേകിച്ചും നമ്മുടെ മരുഭൂമികളുടെ പ്രാന്തഭൂമികളിൽ സംഭവിക്കുന്ന ആ ഒരു വളരെ വിഷമകരമായൊരു സാഹചര്യമാണ് അത്. ഇപ്പോൾ നമുക്കിവിടെ നിന്ന് അത് പറയുമ്പോൾ അത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ മരുപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ദാഹജലത്തിന് വേണ്ടി കുടവും ഏന്തി നടത്തുന്ന യാത്രകൾ അതൊരു തീർത്ഥാടനം പോലെയാണ്. വെള്ളത്തിന് വേണ്ടി നടത്തുന്ന ഒരു തീർത്ഥാടനം പോലെയാണ്. അങ്ങനെയുള്ള ഏതാനും രാജസ്ഥാനി യുവതികളുടെ ചിത്രം വളരെ കളർഫുള്ളായിട്ട് ചിത്രീകരിച്ച മറ്റൊരു മനോഹരമായ കലാസൃഷ്ടിയും അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. കല ഒരു ഉപാസനയാണ്, ഒരു നിശബ്ദമായ ഉപാസനയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സാംസ്കാരിക വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട, ഏറെ ബഹുമാനം അർഹിക്കുന്ന ആർട്ടിസ്റ്റ് ജോർജ് ഫെർണാണ്ടസിന്, അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് എല്ലാ മഹത്വവും ഇപ്പോഴുണ്ട്. അത് കൂടുതൽ ശോഭായമാനമാവട്ടെ എന്ന് ആശംസിക്കാനാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. എല്ലാ നന്മകളും നേരുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തിന് ശിഷ്യഗണങ്ങളായുണ്ട്. ജോർജ് സാറിനെ ഞാൻ അറിയുന്നതിനെക്കാട്ടിൽ കൂടുതൽ എൻ്റെ ബ്രദറിനാണ് പരിചയം. എൻ്റെ ബ്രദർ പ്രതീഷ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പെയിൻറ്റിങ്ങിൽ. ഞാൻ ആ സാറിലേക്ക് കൂടുതൽ എത്തുന്നതിന് മുമ്പ് പ്രതീഷിനെ കുറിച്ച് ഞാൻ പറയണം. പ്രതീഷ് ഒരു എപ്പിലെപ്റ്റിക് ആണ്. സോ അത് കാരണം ഹി ഹാസ് ടു ഡിസ്കണ്ടിന്യൂ ഹിസ് എഡ്യൂക്കേഷൻ. എപ്പിലെപ്സി മാത്രമല്ല, ഒരു സ്റ്റേജ് ഓഫ് ഇതിൽ അവന് എൻസെഫലൈറ്റിസ് വന്നു, മെമ്മറി ലോസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 ഇയേഴ്സിന് ശേഷം മെമ്മറി റീഗെയിൻ ചെയ്തു. സോ അപ്പോൾ ആൾക്കുള്ള ടാലൻറ്റിൽ പാട്ട് പാടുമായിരുന്നു, മൃദംഗം വായിക്കുമായിരുന്നു. ഈ പെയിൻറ്റിങ് മാത്രമാണ് അവശേഷിച്ചത്. സോ അപ്പോൾ ഇപ്പോൾ ഇറ്റ് ഈസ് 2025. എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 10-12 ഇയേഴ്സായിട്ട് പ്രതീക്ഷ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. സോ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പം പെയിൻറ്റ് കുറച്ച് അക്രിലിക് ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ പെൻസിൽ ആർട്ടും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് ആണല്ലോ, കൺട്രോൾസ് ആണല്ലോ എപ്പിലെപ്സി കൊണ്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ കോരി കുറച്ച് കൂടുതൽ ഒഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ക്ഷമയോടുകൂടി പ്രതീഷിനെ സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ നിന്ന് അവനെ അയച്ചു കഴിഞ്ഞാലും ജോർജ് സാറിൻ്റെ അടുത്താണല്ലോ എന്നുള്ള ഒരു സമാധാനവും നമുക്കുണ്ട്. സോ ഹി വിൽ ടേക്ക് കെയർ എന്നുള്ള. സോ അങ്ങനെ ഒരു എക്സെപ്ഷണൽ ഒരു വ്യക്തിയാണ് സാർ. അത്രയും പേഷ്യൻസും സാർ അത്രയും കെയറിങ്ങും അത്രയും ഒരു ഇൻവോൾവ്മെൻറ്റ്, അവൻ്റെ ആ ഒരു സ്ഥിതി മനസ്സിലാക്കിയിട്ട് സാറത് ചെയ്തത് കൊണ്ടാണ് പ്രതീക്ഷന് ഇന്ന് ഈ നിലയിലെത്താൻ പറ്റിയത്. സാറിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഹ്യൂജ് കളക്ഷൻ ഓഫ് പെയിൻറ്റിങ്, സാറിൻ്റെ തന്നെ വർക്കും സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെതും, അത് മ്യൂറൽ പെയിൻറ്റിങ് ആവട്ടെ. പിന്നെ സാർ സ്പെഷ്യലൈസിങ് ഇൻ ഈ നാച്ചുറൽ ഇത് വെച്ചിട്ട് വെജിറ്റബിൾ
ഇതിൻ്റെ കളറൊക്കെ വെച്ചിട്ട് അതിന്ന് ഞാൻ സാറിൻ്റെ ഒരു 2 പെയിൻറ്റിങ് ഞാനും മേടിച്ചു. നമ്മളൊരു എക്സിബിഷൻ ഹാളിൽ ചെന്നതുപോലെ തോന്നും സാറിൻ്റെ വീട്ടിൽ, അത്രയും ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. വളരെയധികം ഓൾഡ് ഏജ് ആയിട്ട് സീനിയർ സിറ്റിസൺസ് വരെയും ഉണ്ട് സാറിന് സ്റ്റുഡൻസ് ആയിട്ട്, ഫ്രം ലിറ്റിൽ കിഡ്സ് ടു ഇത്, അങ്ങനെ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഡിസൈപ്പിൾസ് ഉള്ള ആളാണ്. എൻ്റെ പേര് അജിത് ബ്രഹ്മാനന്ദൻ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ആയതാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഞാൻ ഒരു മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാനായിട്ട് മറ്റേ ജോർജ് സാറിൻ്റെ ഇവിടെ ഫ്ലോറയിൽ വന്നതാണ്. ഇപ്പോൾ 4ാമത്തെ പെയിൻറ്റിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തിരുപ്പതി ബാലാജിയുടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ്റിങ് വെച്ചിട്ട് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു സാറിൻ്റെ ഒരു മെത്തഡോളജി എൻ്റെ ഡിഫറെൻ്റ് ആണ്. സാറ് ഓരോരുത്തരെയും പേഴ്സണൽ അറ്റൻഷൻ തന്നിട്ട് ഒരു ക്ലാസ് ആയിട്ടല്ല എടുക്കുന്നത്, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരികയും ഓരോരുത്തരുടെയും പെയിൻറ്റിങ് എടുത്തിട്ട് അതിൽ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് സമയാസമയങ്ങളിൽ അത് പറഞ്ഞ് കറക്റ്റ് ചെയ്യിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് സൂസൻ മാത്യു. ഇവിടുത്തെ എക്സ്പീരിയൻസ് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സൂതിങ് ആൻഡ് കംഫർട്ടിങ്. സാറ് വളരെ സോഫ്റ്റ് സ്പോക്കണും വളരെ എക്സ്പീരിയൻസ്ഡും ഒക്കെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ വെരി താങ്ക്ഫുൾ ടു ഗോഡ്. ഞാനിപ്പോൾ ചെയ്യുന്നത് സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാശ്ചാത്യ നാടുകളിൽ രൂപമെടുത്ത, എന്നാൽ നമ്മുടെ നാട്ടിൽ അധികമാരും പരീക്ഷിക്കാൻ തയ്യാറാകാത്ത പൈറോഗ്രാഫിയും അദ്ദേഹം സ്വയം പരിശീലിച്ചു. പൈറോഗ്രാഫിക് ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തി അടുത്ത കാലത്ത് നടന്ന ഒരു പ്രദർശനമേള ഏറെ മാധ്യമ ശ്രദ്ധ നേടുകയുണ്ടായി. ചിത്രങ്ങളായാലും ശില്പങ്ങളായാലും അവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്രകൃതി സൗഹൃദമായിരിക്കും എന്നതാണ് ഈ കലാകാരനെ വ്യത്യസ്തനാക്കുന്നത്. പ്രകൃതി പുരുഷ സംഗമം എന്ന ഒരു ആശയം, അത് ആദ്യം മനസ്സിൽ വന്നത് വാൽമീകിയുടേതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹം പറഞ്ഞത് എ വുമൺ ഹു ഈസ് മെൻ്റലി സ്ട്രോങ് ആൻഡ് എ മാൻ ഹു ഈസ് ഫിസിക്കലി സ്ട്രോങ്. ഇതിനെപ്പറ്റിയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അതിൽ പ്രകൃതി എന്നത് സ്ത്രീയാണ്. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് സ്ത്രീയുടെ സംരക്ഷണം കൂടിയാണ് എന്ന് വാൽമീകി മാത്രമല്ല പിന്നീട് വന്നിട്ടുള്ള വലിയ ആൾക്കാരും ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ പൊരുൾ. കേരളത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹം ഈ നേച്ചർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, പൊരുൾ മാത്രമല്ല, ഈ കലാസൃഷ്ടി ഉണ്ടാക്കാനായി അദ്ദേഹം എടുക്കുന്ന റോ മെറ്റീരിയൽസ് അതുവരെ നേച്ചർ ഫ്രണ്ട്ലി ആണ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കെമിക്കൽസ് തുടങ്ങിയത് ഒന്നും തന്നെ ഈ പെയിൻറ്റിലോ ഈ സർഫസിലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫീൽഡ് എന്ന് പറയുന്നത് കേരളത്തിലോ അതോ ഇന്ത്യയിൽ തന്നെ വേറെ ആരും ചെയ്തിട്ടില്ലാത്ത ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു, പൈറോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നമ്മളൊരു വെൽഡിംഗ് ഷോപ്പിൽ പോകുമ്പോൾ ഒരു പേനയോ പെൻസിലോ പോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നീല നിറത്തിലുള്ള ഒരു ഫ്ലെയിം ഉണ്ടാകുന്നുണ്ട്. ആ ഫ്ലെയിം ആണ് വെൽഡിംഗ്. അതുപോലെ അത് വച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തല്ല, തടിയുടെ പുറത്ത്, ട്രീറ്റ് ചെയ്ത തടിയുടെ പുറത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു പുതിയ ഒരു ആർട്ട് ഫോമാണ് പൈറോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രകൃതിയുമായിട്ടുള്ള സ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടാകട്ടെ ഈ കല മുന്നോട്ട് പോകാനായിട്ട്. അദ്ദേഹത്തിന് ലോകം തിരിച്ചറിയാൻ കഴിയട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഫ്ലോറ ആർട്ട് ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രദർശനങ്ങൾക്ക് തലസ്ഥാന നഗരം ഇതിനകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ചിത്രകലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. തൻ്റെ സ്വന്തം ജീവിത ചുറ്റുപാടുകൾ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ ഒക്കെ ചിത്രകലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടി മനസ്സും പ്രവൃത്തിയും ചിന്തയുമൊക്കെ ആത്മാർപ്പണം ചെയ്ത ഒരു കലാകാരനായിട്ടാണ് ജോർജ് ഫെർണാണ്ടസിനെ ഞാൻ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിത്രകലയെ സാമാന്യ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്ന ഒരു പേരാണ് വിശ്വോത്തര ചിത്രകാരനായ രാജാ രവിവർമ്മയിൽ. അദ്ദേഹമാണ് നമ്മുടെ ചിത്രകല സാധാരണക്കാരിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെ സഹായിച്ച ആളാണ് 100 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോഴ് നമുക്ക് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ശ്രീ ഫെർണാണ്ടസിനെ പോലുള്ള വ്യക്തികളുടെ കലാപ്രവർത്തനത്തിൻ്റെ മികവും അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണവുമൊക്കെ നമ്മൾ ശ്രദ്ധയിൽ വരുന്നതും നമ്മളത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ വിഖ്യാതരായ കലാകാരന്മാരെ പോലെ അല്ലെങ്കിൽ സമകാലീന കണ്ടംപററി ആർട്ടിസ്റ്റുകളെ പോലെ ഒന്നും വർക്ക് ചെയ്യുന്ന ഒരു ആളല്ല. അതിനപ്പുറം അദ്ദേഹം ഇപ്പം നമ്മൾ ചിത്രകലയിൽ അല്ലെങ്കിൽ കലയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ചിത്രണ രീതി അതിൻ്റെ ഒരു സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ പറയും. പക്ഷെ അതിലൊക്കെ അപ്പുറമുള്ള ഒരു കലയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വളരെ റിയലിസം ആയ കലാരൂപങ്ങളെ പുതിയ കലാചിന്തകളുമായി ചേർത്ത് വച്ചുകൊണ്ട് ക്രാഫ്റ്റ് സ്വഭാവത്തിലുള്ള രൂപനിർമ്മിതി, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഖ്യാതരായ കലാകാരന്മാരുടെ രചനാ സങ്കേതങ്ങളുമായോ ശൈലിയുമായോ ഒന്നും അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് ബന്ധമില്ല. അതിനപ്പുറം അദ്ദേഹം സ്വന്തമായി കണ്ടെത്തിയ രൂപനിർമ്മിതികളാണ് അദ്ദേഹം നടത്തുന്നത്. അതിനകത്തൊരു ക്രാഫ്റ്റിൻ്റെ സ്വഭാവം, ക്രാഫ്റ്റിൻ്റെ ആധിക്യം അതിനകത്തുണ്ട്. അത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് വെറുതെ ഒരു രൂപത്തെ പകർത്തി വയ്ക്കുക എന്നതിനപ്പുറം അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ വേണ്ട വിധത്തിൽ അതിനകത്ത് ഉൾച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. അതിനകത്തൊരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ ക്രാഫ്റ്റ്, ഒരു പൂവാണ് ചെയ്യുന്നതെങ്കിലും ആ പൂവിൻ്റെ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പകർത്തുന്നതോടൊപ്പം അതിൻ്റെ രൂപനിർമ്മിതിയിൽ പ്രത്യേകതകൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രത്യേകതയായി തോന്നിയിട്ടുള്ള കാര്യം. ഇത്തരം ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇത്തരം ചിത്രണ രീതികളൊക്കെ ഒരുപാട് പേര്, റിലീഫ് വർക്കുകളൊക്കെ ഒരുപാട് കലാകാരന്മാർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട രീതി അദ്ദേഹം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രെയിമിങ്ങിൻ്റെ കാര്യത്തിലും എനിക്ക് പ്രത്യേകത തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളിൽ. മറ്റൊന്ന്, അദ്ദേഹം കുട്ടികളുമായി സംവദിക്കുന്ന ഒരു രീതിയാണ്. അതും ഞാൻ പലവട്ടം അവിടെ കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ചിത്രം വരച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി, അതും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിലാണ് അത് നടത്തുന്നത്. 2002 മുതലാണ് ഇവിടെ വരാൻ തുടങ്ങി പഠിപ്പിക്കാനായിട്ട്. 30 years ആയി. കൂടുതലും ഞാൻ കുട്ടികളുടെ വെക്കേഷൻ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ആ വെക്കേഷൻ ക്ലാസ്സിൽ പേപ്പർ ക്രാഫ്റ്റും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്. പിന്നെ സാറിവിടെ പഠിപ്പിക്കുന്ന മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്, അക്രിലിക് കളേഴ്സ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഗിൽറ്റർ വർക്കുണ്ട്, എംസീൽ വർക്കുണ്ട്, എംബോസ് പെയിൻറ്റിംഗ് ഉണ്ട്, ഗ്ലാസ് പെയിൻറ്റിംഗ് ഉണ്ട്, ഇത് മ്യൂറൽ പെയിൻറ്റിങ്, ഇങ്ങനെ വിവിധ തരം വർക്കുകളാണ് സാറിൻ്റെ അവിടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ 30 വർഷം കൊണ്ട് ഞാൻ എല്ലാ വർക്കും സാറിൻ്റെ ഞാൻ പഠിച്ചു. ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു ടീച്ചറായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് മാതൃകയാവുകയാണ് ഈ കലാകാരൻ ശ്രീ ജോർജ് ഫെർണാണ്ടസ്. ചിത്രകലാ രംഗത്തെ ഒരു പ്രധാന പേരാണ് ശ്രീ ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം ചിത്രകലാ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. വേറിട്ട ശൈലി ചിത്രകലാ രംഗത്ത് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. നിരവധി ശിഷ്യഗണങ്ങളെ ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഫ്ലോറ ആർട്ട് ഗാലറി ഏതാണ്ട് 40 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയാണ്. ശ്രീ ജോർജ് ഫെർണാണ്ടസിൻ്റെ
മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും പരിസര ശുചിത്വത്തെ സംബന്ധിച്ചും പരിസ്ഥിതിയെ സംബന്ധിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രകലയിലൂടെയുള്ള ഇടപെടൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വലിയ അഭിമാനം നൽകുന്ന ഒന്നാണ്. മേയറായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഈ നഗരത്തിലെ മാലിന്യം കുറച്ചു കൊണ്ടുവരാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കുറയ്ക്കാനും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കാനും ഈ നഗരത്തിൽ നിരന്തരമായ ഇടപെടലുകൾ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രകലാ പ്രവർത്തനത്തിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, പ്രത്യേകിച്ച് പുതിയ തലമുറയെ ബോധവൽക്കരിക്കാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമായ ഒന്നാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഈ നഗരത്തിൽ മാലിന്യം കുറയ്ക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതെ ഈ നഗരം മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആളുകൾ അടക്കം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത്തരം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ചിത്രകലയെ പ്രയോജനപ്പെടുത്തിയ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീ ജോർജ് ഫെർണാണ്ടസ് എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം. കാഴ്ചകൾ ഉൾക്കാഴ്ചയോടെ പ്രകൃതി സൗഹൃദ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന സൗമ്യതയുടെ ആൾരൂപം. അദ്ദേഹത്തിനും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ തരത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്ലോറ എന്ന സ്ഥാപനത്തിനും വേറിട്ട വിസ്മയ കാഴ്ചകൾ സമ്മാനിക്കാൻ ഇനിയും കഴിയട്ടെ.